ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ കമൻസ് ഒന്നും ആരും ഇടില്ല അങ്ങനെയൊന്നും. അപ്പോൾ കമൻസൊക്കെ അറിയിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളെ വീഡിയോനെ പറ്റി കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പോൾ കമൻസൊക്കെ അറിയിക്കണം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്താവും അറിയില്ല, എത്രത്തോളം വീഡിയോസ് എനിക്ക് കിട്ടുമെന്നൊന്നും അറിയില്ല കേട്ടോ. എന്താ വെച്ചാൽ ഉമ്മച്ചിയില്ല, പിന്നെ മക്കൾസും ഞാനേ ഉള്ളൂ. മക്കൾ രണ്ടാളും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സ്കൂളിലും പോവും. അപ്പോൾ ഞാനും മോനെ വയ്ക്കും. മോൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയില്ല കേട്ടോ, ഫുൾ കരച്ചിലും വിളിച്ചിലൊക്കെയാണ്. അത് രാവിലെ അല്ലെങ്കിൽ ഒരു 6:30 ആകുമ്പോൾ ഞാനും എണീച്ചിട്ടാണ്. പിന്നെ വെച്ചാൽ പുരേ പോയപ്പോൾ മോൻ തീരെ ഉറങ്ങിയിട്ടില്ലേനും. ഇവിടെ വന്നപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഉറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലെ ഞാനും ഒന്ന് ഉറങ്ങിയിട്ടോ. അങ്ങനെ നമ്മളെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ആദ്യം ജനൽ തുറന്നിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക വിചാരിച്ചിട്ടോ. പിന്നെ വെച്ചാൽ അമ്മയ്ക്ക് എന്നും ഇതന്നെയല്ലേ പണി. എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ? മാറ്റം ഉണ്ടാവും, എന്തെങ്കിലും അതിൻ്റെ എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും പോകാനോ വരാനോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. ഇനി കുറേ പരിപാടിയുണ്ട്. എന്താ പറയുക, അരി അരക്കണം, ദോശ ചുടണം, ചായ ഉണ്ടാക്കണം, മക്കൾസിനെ വിളിക്കണം, അങ്ങനെ കുറേ പരിപാടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഷീദോശ ഉണ്ടാക്കുന്നത്. ഷീദോശ മീൻസ് രാവിലെ പച്ചരി അരച്ചിട്ട് വെള്ളം പോലെ ഉണ്ടാക്കുന്ന ദോശക്കാണ് കേട്ടോ. ചിലർക്കൊക്കെ അറിയിക്കും, ചിലർക്ക് അറിയില്ലാണ്ടാവില്ല. അപ്പം ആ ദോശയ്ക്ക് ഷീ ദോശ എന്നാണ് പറയുക. നമ്മൾ വെള്ളം പോലെ ആക്കിയിട്ടാണ് എന്താ പറയുക ചുട്ടെടുക്കുക. അപ്പോൾ ഒരു ഷീ ഒച്ച ഉണ്ടാവുമല്ലോ, അതായിരിക്കും അതിനോട് ഷീ ദോശ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ വന്ന മുതലേ അതിന് ഷീദോശ എന്നോട്ട് പറയുക. അങ്ങനെ ഇതാ അതിൻ്റെ പരിപാടിയിലാണ്, അരി അരക്കാൻ നോക്കുകയാണ്. അപ്പോൾ എൻ്റെ അബുവക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ദോശ. എന്താ പറയുക, പത്തിരി നോമ്പിനൊക്കെ നമ്മൾ ഫുൾ അധികം പത്തിരി കഴിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പത്തിരി ഉണ്ടാക്കുകയാണെങ്കിലും അബുവക്ക് ഈ ദോശ ഉണ്ടാക്കി കൊടുക്കണം. മടുക്കൂല നമുക്ക്. എനിക്കൊക്കെ ഇപ്പോൾ 2-3 ദിവസം ചിലപ്പോൾ ഈ ദോശ കണ്ടിന്യൂ ആയിട്ട് കഴിച്ച് എനിക്ക് വേഗം മടുക്കും കേട്ടോ. ഇതിഷ്ടമാണ്. എങ്ങനെ അറിയാം, നമ്മൾ ഉണ്ടാക്കിയ പാട് ചൂടോടെ ഇങ്ങനെ ചായക്ക് കൂട്ടി തന്നൂലേ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ഇങ്ങനെ ചുട്ട് വെച്ചിട്ട് കുറേ കഴിഞ്ഞിട്ട് ഇങ്ങനെ എപ്പോഴും തിന്നണമെന്നൊന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പത്തിരിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നോമ്പിനൊക്കെ നമ്മൾ പത്തിരി തന്നെ ആണെങ്കിൽ അധികവും അബുകാക്ക് വേറെ ദോശ അങ്ങനെ ചുട്ടുകൊടുക്കല കേട്ടോ. പിന്നെ വെച്ചാൽ എനിക്കൊരു എന്താ പറയുക, ഒരു സ്വഭാവമുണ്ട്. രാവിലെ എന്ത് കടി ഉണ്ടാക്കിയാലും ഫസ്റ്റ് ആ കടിയും ഒരു ഗ്ലാസ് ചായയും കുടിക്കണം. ഭയങ്കര വയറിന് കാളലാണ്. രാവിലെ എനിക്ക് നല്ല വിശക്കും. അപ്പം രാവിലെ ഒരു കടിയും ഒരു ചായയും അത് നിർബന്ധം കേട്ടോ. ഇത് ഡെലിവറി കഴിഞ്ഞുകൊണ്ട് മാത്രമൊന്നുമല്ല കേട്ടോ. ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ രാവിലെ എണീച്ചിട്ട് പല്ല് തേച്ചപാട് എന്താ പറയുക, അടുപ്പിൻ്റെ അടുത്ത് വെച്ച് ദോശ ചൂടുന്നുണ്ടാവും. അടുപ്പിൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ട് ചൂടുന്നിടത്തുനിന്ന് ഒന്ന് തിന്ന് ഒരു ചായ കുടിച്ചിട്ടാണ് ബാക്കി പരിപാടിയൊക്കെ ഞാൻ ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് അങ്ങനെയാണ്. അതുപോലെ തന്നെ എൻ്റെ ഉപ്പ അങ്ങനെ തന്നെ കേട്ടോ. ഉപ്പാക്കും അങ്ങനെ തന്നെയൊക്കെയാണ്. ഉപ്പാക്കും രാവിലെ ഭയങ്കര വയറിന് കളല. ഉപ്പയും അങ്ങനെ തന്നെ കുടിക്കും. ഉപ്പ രാവിലെ കാപ്പി അധികം കുടിക്കും. അപ്പോൾ വെറും കാപ്പീൻ്റെ ആളാണ് കേട്ടോ. ഉപ്പ കാപ്പി കുടിക്കും. അതുപോലെ ഉപ്പാക്കും ഇതുപോലെ ഒരു കടിയൊക്കെ തിന്നണം കേട്ടോ. അതുകൊണ്ടായിരിക്കും ഞാനും പഠിച്ചത്. ഞാൻ ഉപ്പാൻ്റെ കൂടെ ആയിരുന്നു ഫുൾ ടൈം. അതുകൊണ്ടായിരിക്കും എൻ്റെ ഉപ്പ എന്നെ വിട്ടിട്ട് ഇത്ര പെട്ടെന്ന് പോയത് കേട്ടോ. അത്രയും ഞാനും ഉപ്പയും അങ്ങനെ സ്നേഹിച്ചതായിരുന്നു. പിന്നെ ഉപ്പമാർ പറഞ്ഞാൽ പെൺകുട്ടിയൊക്കെ വീക്ക്നെസ് അല്ലേ. പിന്നെ അത് പോട്ടെ. ഞാൻ രാത്രിയാണ് കുട്ടികളെ യൂണിഫോമൊക്കെ തേച്ച് വെക്കൽ. പക്ഷേ എന്താ പറയുക, എന്നാലും പറ്റിയില്ല. വന്നിട്ട് ചോറ് വെക്കലും കറി വെക്കലൊക്കെ ആയി സമയം വൈകി. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട തിരക്കും അതൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ പറയുക, മോൻ ഉറങ്ങിയില്ല, എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണം. ഓനൊന്നും ഉറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു വേണ്ട, രാവിലെ മക്കൾസ് ഉണ്ടാവുമല്ലോ, മദ്രസില്ലല്ലോ ഇപ്പോൾ, മദ്രസ് തുറന്നിട്ടില്ലല്ലോ. അപ്പോൾ രാവിലെ ഓരോരുത്തർ കൊടുത്താൽ എനിക്ക് തേക്കൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക, രാവിലെ തേക്കാൻ വിചാരിച്ചു. അങ്ങനെ മക്കൾസിൻ്റെ യൂണിഫോമൊക്കെ തേച്ച് രണ്ടാളും എണീച്ചതാ പല്ലൊക്കെ തേച്ച് ചാടിക്കാൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴേക്കും മോനും എണീച്ച് ഓർക്ക് രണ്ടാൾക്കും ചായയും കൊടുത്തു. മോന് തിന്നാൻ ഭയങ്കര മടിയാട്ടോ. അള്ളോനൊന്ന് തിന്നിട്ടണേ വലിയ പണിയാണേ. കയ്യോ കയ്യോ ഫയലെടുത്തോ. പിന്നെ ഇത് വാങ്ങുമോ? ഇത് കൈ എടുക്കണല്ലേ. എല്ലാം എടുത്തു വെക്കാൻ പറഞ്ഞാൽ എന്തെല്ലാമൊക്കെ പുറത്തുണ്ടാവും കേട്ടോ. അതെവിടെ ഇതെവിടെയെന്ന് ചോദിക്കും പോകുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി കൊടുക്കണമെങ്കിലൊക്കെ പണിയാണേ. നമ്മൾ പോകണമെങ്കിൽ തുണിയും കൂടെ തിരുമ്പണം വെച്ചാൽ പോകാനായോ? ആയോ മൂത്തൊളിച്ചാളോ? യൂണിഫോമിലാവൂല. മറ്റേ കഷ്ണം, ആ കഷ്ണം ഷീറ്റില്ലേ അടുത്ത് മടിയിൽ വെച്ചോ. മുട്ട കുടിച്ചോട്ടാ.
പോയിട്ട് എൻ്റെ ചെയ്ത ബാക്കി കൂടെ ഷാൾ ഇവിടെ അവിടെ അറിയുടെ ആളില്ല. അമ്പത് കാക്ക ചാത്തിയൊക്കെ പോവാണല്ലേ സമയം എത്രയാണ് ഫോണിലൊക്കെ ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാ ബാഗിൽ എൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് ബുക്ക് എടുത്തോ പറഞ്ഞ എന്നാ ചോറെടുത്തോ. സ്കൂളിൽ പോണേ ടവർ കളയെടുത്തിട്ടോ പനൊക്കെയല്ലേ പനങ്ങനെ താനങ്ങനെ പീപ്പിളിക്കും. ചെരുപ്പടാ ചുടുവാ. നോക്കി പോണ്ടോ. വലൈക്കും സ്ലാം. അങ്ങനെ വലിയൊരു യുദ്ധം കഴിഞ്ഞ് മക്കൾസ് പോയിട്ടോ. ഇനി പാത്രമൊക്കെ കഴുകി ഒന്ന് സെറ്റാക്കാനൊക്കെ ഉണ്ട്. കുറേ പണികളുണ്ട്. മോൻ ഉറങ്ങിക്കണേ. എപ്പോഴാണ് എണീക്കുക അറിയില്ല കേട്ടോ. ചിലപ്പോൾ വേഗം എണീക്കും, ചിലപ്പോൾ കുറച്ച് നേരം ഉറങ്ങിയാൽ എന്താ പറയുക നല്ല സുഖമായിരുന്നു. വേഗം എടുത്തങ്ങ് തീർക്കുവേനും. കുറേ പാത്രങ്ങളൊന്നും കഴുകാനുണ്ടാവില്ല കേട്ടോ. അപ്പം കഴുകിയെടുക്കും. ഇപ്പം മിക്സി എന്തെങ്കിലും അരച്ച് കഴിഞ്ഞാൽ വേഗം അപ്പം മിക്സി കഴുകിയെടുക്കുക. അങ്ങനെ വേഗം പാത്രം കഴുകണോണ്ട് അധികം പാത്രങ്ങൾ ഇങ്ങനെ കുഴിയിൽ ഇങ്ങനെ കിടക്കുകയൊന്നുമില്ല കേട്ടോ. 1 2 3 അത്ര പാത്രങ്ങളേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ അടിച്ചു വാരണം, തുടക്കണം, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. നല്ല വെയിലുണ്ട്. അലക്കാനും മുറ്റത്തേക്ക് പോകാനൊരു പേടി. മോനകത്തല്ലേ, മോനാണ് കരയണത്. അങ്ങനെ കേൾക്കില്ല, ചെറിയ സൗണ്ടാണ്. അപ്പോൾ എന്താ പറയുക, പുറത്തേക്ക് കേൾക്കുകയേ ഇല്ല. മോന് തുണി തിരുമ്പാനുണ്ട്. പിന്നെ പുതിയ ഡ്രസ്സ്, പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ തിരുമ്പാനുണ്ട് കേട്ടോ. പിന്നെ അല്ലാത്ത കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിലിട്ട്. പുതിയ ഡ്രസ്സൊന്നും പിന്നെ വാഷിംഗ് മെഷീനിലിടല്ല കേട്ടോ. അതൊന്ന് പുറത്ത് കൊണ്ടുപോയി തിരുമ്പണം. അതുപോലെ മോൻ്റെ തുണികളും തിരുമ്പാനുണ്ട്. എപ്പോഴാണ് തിരുമ്പാൻ പറ്റാമെന്നൊന്നും അറിയില്ല. തുണികൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ വേഗം തുണി തിരുമ്പി വന്നു. പിന്നെ പുതിയ ഡ്രസ്സൊന്നും തിരുമ്പിയിട്ടില്ല, അതൊക്കെ അവിടെ പെൻഡിങ് ആണ്. ചുത്തേ ഒങ്ങനില്ല ഷൊണ്ണകട്ടെ ഒങ്ങനില്ല ബാബാവ് ഒങ്ങനില്ലേന് കാക്കിയൊക്കെ പോയി. അമ്പര് ഒങ്ങ് ബാബാവ് ഒങ്ങ്. നിങ്ങൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ കാണുന്ന വീഡിയോയിൽ എത്രയോ പ്രാവശ്യം ഞാൻ മോനെ ഉറക്കുന്നുണ്ട്, എത്രയോ പ്രാവശ്യം മോൻ എണീച്ച് വരുന്നുണ്ട് കേട്ടോ. ആകെ 4 5 മിനിറ്റ് ചിലപ്പോൾ ഉറങ്ങുള്ളൂ. പിന്നെയും പോയി ഉറക്കും, പിന്നെയും ഉണരും. ഇതന്നെ പരിപാടി. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ 2 റൂം തുടക്കുമ്പോഴേക്കും ഓൻ എണീച്ച് വരിക. എന്നിട്ട് പിന്നെ ബാക്കി ഓൻ ഉറക്കിയിട്ട് തുടക്കും. അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തിട്ടൊന്നല്ല കേട്ടോ. അതൊക്കെ പണികളൊക്കെ തീരുന്നത് ഒരുപാട് സമയം കൊണ്ടാണ് പണികളൊക്കെ കംപ്ലീറ്റ് ആവണത്. അതിൻ്റെ ഇടയിൽ മോനെ പോയി ഒന്ന് കുളിപ്പിച്ചിട്ടാ. പിന്നെന്താ വെച്ചാൽ ഓന് ചിലപ്പോൾ കുളിപ്പിച്ചാൽ ചിലപ്പോൾ ഒന്ന് ഉറങ്ങാൻ ചാൻസ് ഉണ്ട്. അത് വിചാരിച്ച് കുളിപ്പിച്ചതാണ്. അങ്ങനെ അതാ തൊട്ടിലിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് നേരം കൂടെ ഉറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് തീരുമല്ലോ വിചാരിച്ചിട്ട് മേനൊക്കെയിട്ട് ഉറക്കുക കേട്ടോ. ഞാൻ ഓനെ ഉറക്കും, മോൻ ഇന്നെ ഉറക്കുന്നുണ്ട് കേട്ടോ. കണ്ണൊക്കെ മുച്ചിങ്ങനെ എന്നെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെയാണ് ചായ കുടിക്കാനിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ ബീഫ് ഉണ്ടായിരുന്നു. ബീഫ് രാവിലെ ഉണക്കാൻ വെച്ച്. അപ്പോൾ അതിൻ്റെ മസാല ഒന്ന് ചെറുതായി ഒന്ന് കരിയൊക്കെ ചെയ്തേക്കണം കേട്ടോ. അപ്പോഴൊക്കെ മോൻ കരഞ്ഞപ്പോൾ ഓടിയതാണ്. അങ്ങനെ അത് ഇച്ചിരി പാളിപ്പോയി. ഇനി അങ്ങനെ പലതും നിങ്ങൾക്ക് കാണാം കേട്ടോ. അങ്ങനെ പിന്നെ ഉണ്ട് മോൻ്റെ ടീച്ചർ വിളിക്കണം, മോനക്ക് പല്ലുവേദനയായിട്ട് കരയുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഓനെ കൂട്ടാൻ പോകണം. അങ്ങനെ ഇതാ ഞങ്ങൾ സ്കൂൾക്ക് പോവുകയാണ്. പെരുന്തട്ട സ്കൂൾ എന്ന് പറയും. നല്ല എന്താ പറയുക, നല്ല നാച്ചുറലായിട്ടുള്ളൊരു സ്ഥലത്താണ് ഇവരുടെ സ്കൂൾ. അടിപൊളി സ്ഥലം കേട്ടോ. അങ്ങനെ ഇതാ മോനെ കൂട്ടാൻ പോവാണ്. പിന്നെ വെച്ചാൽ ഉമ്മച്ചില്ലല്ലോ, ഉമ്മച്ചി ഉണ്ടെങ്കിൽ പിന്നെ ഉമ്മച്ചീനെ വിടാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ തന്നെ പോകണം അവനെ കൂട്ടാനും. അങ്ങനെ ഇതാ ഞങ്ങൾ സ്കൂളിലെത്താനായി.
അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വയനാടൊക്കെ കാണാൻ വരുന്നുണ്ടെങ്കിൽ ഈ പെരുന്തട്ട ഭാഗം എവിടെയാണെന്ന് വയനാട്ടുകാരോട് ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിട്ട് അടിപൊളി സ്ഥലമാട്ടോ അവിടെ. അങ്ങനെ സ്കൂളിലെത്തി മോനെ കൂട്ടി പിന്നെ ടീച്ചേഴ്സിനോടൊക്കെ സംസാരിച്ചു. കുറേ ദിവസമായില്ലേ ടീച്ചേഴ്സിനെ കണ്ടിട്ട്. അപ്പം വാവനെയും കൊണ്ട് പോയതല്ലേ, അപ്പോൾ ടീച്ചേഴ്സൊക്കെ വാവനെയൊക്കെ എടുത്ത് അങ്ങനെ കുറേ സമയം അങ്ങനെ പോയി. അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ചു പോവാണ്. പോണ വഴിക്ക് മോനെ കാണിച്ചിട്ട് വേണം, ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വേണം തിരിച്ചു പോവാൻ. അപ്പോൾ കുഞ്ഞാവേനെയും കാണിക്കാനുണ്ട്. കുഞ്ഞാവേൻ്റെ കണ്ണിന് ഒരു ചീച്ചലാണ്, ഒരു കണ്ണിന്. അപ്പോൾ അതൊന്ന് കാണിക്കണം. ഞാൻ അതിൻ്റെ മുമ്പ് ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, അതുണ്ടാവും എന്നൊക്കെ പറഞ്ഞു, ചില മക്കൾസിന് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, അത് കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ കണ്ണിൻ്റെ ഡോക്ടറുണ്ട്, അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ആദ്യം മോനെ കാണിക്കാൻ പോവാണ്. അപ്പോൾ അപ്സ്റ്റെയറിലാണ് പിന്നെ പല്ലിൻ്റെ ഡോക്ടർ. അപ്പോൾ അത് കാണിച്ച് വന്നിട്ട് വേണം മോനെ കാണിക്കാൻ. അപ്പോൾ ഇവിടുന്ന് ഒരു ടോക്കൺ എടുക്കാനുണ്ട്, നമ്മുടെ എന്താ പറയുക പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്. അപ്പോൾ ആ ടോക്കൺ എടുക്കുകയാണ്. ഇത് മാങ്ങ അങ്ങനെ സിസ്റ്റർ വിളിച്ചതാ മോനെ കാണിക്കാൻ വേണ്ടി കയറുകയാണ്. പിന്നെ ഉള്ളത്തെ വീഡിയോസ് ഒന്നും എടുത്തില്ല. അങ്ങനെ ഇതാ കാണിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി താഴേക്ക് പോകണം, വാവനെ കാണിക്കാനൊന്ന് പോകണം. 3-4 ആൾക്കാർ കഴിഞ്ഞിട്ട് കേട്ടോ ഞങ്ങളെ നമ്പർ. അതുകൊണ്ട് കുറേ നേരം പോസ്റ്റ് അടിച്ച് കുറച്ച് നേരം ഞാനും ഓനും കൂടെ കുറേ വർത്താനൊക്കെ പറഞ്ഞ്. പിന്നെ വെച്ചാൽ എന്താ ഓനക്ക് പല്ലുവേദനയൊക്കെ ഇളകി അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പം ഉണ്ട് പിന്നെ ഉള്ളിൽ നിന്ന് വിളിക്കുന്നത് ബേബി ജുബൈനെ എവിടെയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഓടിക്കയറി. ഇനിയിപ്പോൾ എൻ്റെ ഒഴിവിൽ വേറെ ആരും കയറണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഓടിക്കയറാണ്. പിന്നെ മോനുണ്ട് ബാക്കിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്തായി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഇതാ മരുന്നൊക്കെ വാങ്ങി ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. പിന്നെ ചെറുതിന് കണ്ണിൽ ഒറ്റിക്കുന്ന ഒരു മരുന്നും പിന്നെ മസാജ് ചെയ്യുന്ന കാണിച്ചൊന്നും അതും ഉണ്ട് കേട്ടോ. പിന്നെന്താ മോനക്ക് ഗുളികകളുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. അപ്പം നല്ല വിഷമം ദാഹമൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് രണ്ടാൾക്കും. പൊതുവേ ടൗണിൽ ഇറങ്ങിയുള്ളൊരു പരിപാടിയാണിത്. നിങ്ങൾക്കൊക്കെ ഈ ദുശീലമുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. പിന്നെ വെച്ചാൽ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ, നേരത്തെ ചായ കുടിച്ചതല്ലേ. അപ്പോൾ ഇതാ ഞങ്ങളൊരു ബേക്കറി കയറി. അപ്പം മോനും ഞാനിതാ ചായ കുടിക്കുകയാണ്. പല്ലുവേദന എടുക്കുന്നുണ്ട് പറയുന്നുണ്ട്, എന്നാലും അവന് തിന്നണമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗുളികയും കൊടുത്തിട്ട് അങ്ങോട്ട് പോകാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, ഇവിടുന്ന് ഗുളിക വേണ്ട, പുരയിന്ന് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റസ്ക്കും പിന്നെന്താ പാലും അങ്ങനത്തെ സംഭവമൊക്കെ വാങ്ങി ഇതാ പുരയ്ക്ക് പോവാണ്. ഇന്നത്തെ പരിപാടി കഴിയാൻ നിൽക്കണം കേട്ടോ. അല്ലോ വയ്യ. ഇതാ ഇഷ്ടമല്ലേ പല്ലേന പറഞ്ഞേ, പഴുപ്പുണ്ട് പറഞ്ഞില്ലേ. ഒന്ന് വായിലിട്, വെള്ളം കുടിക്കേ. പൊട്ടിക്കണോ? 2 കഷ്ണാക്കണോ അത്? തൊണ്ടേ കൊടുങ്ങോ? അയ്യ നഞ്ഞ കൈ കൊണ്ട് പിടിച്ചതിരാ. അവിടുതാ ഇല്ല വായിലൊക്കെ അങ്ങ് വെച്ചായി. ഇറങ്ങിയാ ഒന്ന് വെള്ളം തേച്ച് കുടിക്ക്. ഇപ്പോൾ പല്ലുവേദന എടുക്കണ്ടോ? ഉണ്ടോ? പല്ലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? നോക്കിത്തരാം. ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം കേട്ടോ ചോറൊക്കെ വെച്ചത്. അപ്പോൾ ആ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, എന്നെ കൊണ്ട് എത്രയും വയ്യേനും. പിന്നെ ഇതാ ഈ സമയത്ത് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നത്. പിന്നെ മോള് ഇതാ വന്നിക്കണേ, ചായയൊക്കെ കൊടുക്കുന്നുണ്ട്, ഞാൻ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് അടിക്കണം. ടാറ്റാ ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.